ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ, എന്നോട് ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ BMI പ്രകാരം ഞാൻ അണ്ടർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ BMI വെച്ച് നോക്കുമ്പോൾ എൻ്റെ വെയിറ്റ് ഒക്കെ കറക്റ്റാണ്, പക്ഷെ എനിക്ക് ഒരുപാട് ഫാറ്റ് കുറയ്ക്കാനും ഞാൻ ഒരുപാട് തടിച്ചിരിക്കുന്ന പോലെയാണ്. അപ്പോൾ അതെന്താ സംഭവം? അങ്ങനെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ BMI വെച്ചിട്ട് എനിക്ക് എൻ്റെ വെയിറ്റ് ബാലൻസ് ആക്കണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം BMI പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, BMIയിൽ ഒരിക്കലും ഫാറ്റ് പെർസെൻറ്റേജും ഈ മസിൽ മാസ് പെർസെൻറ്റേജും വെച്ചിട്ടൊരു കമ്പാരിസൺ നടക്കുന്നില്ല. അവിടെ പറയുന്നത് തന്നെ നമുക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇത്ര വെയിറ്റ് വേണം. അതൊരു ബേസിക് കമ്പാരിസൺ ആണ്, അത് പഴയ കമ്പാരിസൺ ആണ്. ഇപ്പൊ എന്റെ കേസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ, എന്റെ 68 kg, ഞാൻ 68 kg ഉണ്ടായിരുന്ന സമയത്ത്, മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫോട്ടോ ആണിത് ഞാൻ കാണിച്ചത്, ഈ ഫോട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പോൾ കറന്റ് ഞാൻ ഇപ്പോൾ 70 kg ആണ്. അപ്പം എൻ്റെ 70 kg ഇപ്പോൾ എൻ്റെ ഒരു ഫിസിക്കാണ് ഇത്. അപ്പം ഈ രണ്ട് ഫിസിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ 68 kg ഫിസിക്കിൽ ഞാൻ വളരെ ബൾക്കി ആയിട്ടിരിക്കുകയാണ്, വയറൊക്കെ ചാടി ഭയങ്കര ബൾക്കി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഫിസിക്കിൽ എനിക്ക് നാച്ചുറലി തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് അതിന് വെയിറ്റ് ഒരുപാടൊന്നുമില്ല, പക്ഷെ എനിക്ക് ഒരുപാട് വെയിറ്റ് കുറയ്ക്കാനുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇൻസ്റ്റഡ് ഞാനിപ്പോൾ 2 kg ഹെവിയർ ആണ്. ഞാൻ 70 kg ഫിസിക്കിലാണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. ഈ 70 kg ഫിസിക്കിൽ ഈ 68 kg ഫിസിക്ക് നിങ്ങൾ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തോളൂ. ഞാൻ വളരെ ലീൻ ആയിട്ടിരിക്കുകയാണ്. ആ ഒരു 68 kg എത്രയോ ലീനറായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ 70 kg ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താ വെച്ചാൽ, നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് വോളിയത്തിൻ്റെ പെർസെൻറ്റേജും മസിൽ വോളിയത്തിൻ്റെ പെർസെൻറ്റേജുമാണ്. ഈ ഫസ്റ്റ് 68 kg ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് ആയിരുന്നു കൂടുതൽ. അപ്പം നമ്മൾ എൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാവും. ഈ ഫാറ്റ് വോളിയം മസിൽ വോളിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ ഫാറ്റ് എന്ന് പറയുന്ന സംഭവം വളരെ ബൾക്കിയാണ് ഈ സൈസിൽ കമ്പയർ ചെയ്യുമ്പോൾ. മസിൽ മസിൽ മാസ് ഇത്രയാണെങ്കിൽ ഫാറ്റ് മാസ് ഇത്ര ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, ഇതൊരു 1 kg ഫാറ്റ് ആണെങ്കിൽ 2 kg പറയുമ്പോൾ നമുക്ക് ഇത്ര ഫാറ്റാണ് കയറുന്നത്. പക്ഷേ മസിൽ മാസ് ഇതിപ്പോൾ 1 kg മസിൽ മാസ് ആണെങ്കിൽ 2 kg പറയുമ്പോൾ അത് ഇത്രയും കയറുന്നുള്ളൂ. അതാണ് ആ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ പല ആളുകളും അവർ ഓവർ വെയിറ്റ് അല്ല എന്ന് അവർക്ക് അറിയാം, പക്ഷെ അവർക്ക് ഒരുപാട് വെയിറ്റ് കുറയ്ക്കാനുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്താ വെച്ചാൽ, ജിമ്മിൽ പോവാൻ, വർക്കൗട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഹോം വർക്കൗട്ട്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹോം വർക്കൗട്ട്സ് ചെയ്യുക, നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യാം. ഈ കാര്യങ്ങളും നല്ല പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റും എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മിക്ക ആൾക്കാരും. അല്ലാതെ നമ്മൾ ഒരുപാട് വെറുതെ പട്ടിണി കിടക്കുന്ന ഫുഡൊക്കെ കുറച്ച് കഴിക്കുന്ന കാർബൺ കുറച്ച് നമുക്ക് എനർജി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാ പോലെ റെഗുലറായിട്ട് കഴിക്കുന്ന ഫുഡ് തന്നെ കഴിക്കുക. നമ്മൾ മാക്സിമം നമ്മുടെ ഡയറ്റിൽ കൂടുതൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡയറ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആകും. ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റും പ്ലസ് നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാതെ എൻ്റെ വെയിറ്റ് കുറയ്ക്കണം, ബാലൻസ്ഡ് വെയിറ്റ് ആണെങ്കിൽ പോലും എൻ്റെ വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്ത് അവരോട് പ്രോപ്പർ ഡയറ്റും അതേപോലെ തന്നെ പ്രോപ്പർ വർക്കൗട്ടും പ്രോപ്പർ സ്ലീപ്പും ചെയ്ത് ഒരു 2 months 3 months വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറയാം. എന്നിട്ട് അവരുടെ റിസൾട്ട് എന്താണെന്ന് നോക്കാൻ പറയാം.